നമസ്കാരം. സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന്റെ ദയനീയാവസ്ഥ എത്രമാത്രമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രിക്കും പാർട്ടി നേതാക്കൾക്കും സർക്കാരിലെ വേണ്ടപ്പെട്ടവർക്കുമൊക്കെ അനിഷ്ടം തോന്നുന്നവരെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുന്ന ഒരു രീതിയാണ് കഴിഞ്ഞ കുറച്ചുകാലമായി സംസ്ഥാന സർക്കാർ അവലംബിച്ചു വരുന്നത്. ഇതിൽ നാണം കെടുന്നത് പോലീസുകാർ തന്നെയാണ്. PC ജോർജിനെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെയും ബോബി ചെമ്മണ്ണൂരിനെയും ഒക്കെ അറസ്റ്റ് ചെയ്ത രീതി നമുക്കറിയാം. പോലീസിന്റെ വലിയൊരു പട തന്നെ ഈരാറ്റുപേട്ടയിലും വയനാട്ടിലും പത്തനംതിട്ടയിലും ഒക്കെ എത്തിയാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഈ പോലീസ് വാഹനങ്ങളിലൊക്കെ മൂത്രമൊഴിച്ചാലോ പച്ചവെള്ളം ഒഴിച്ചാലോ ഓടിപ്പോകുന്നതല്ല. അതിന് കൃത്യമായി ഇന്ധനം ഡീസൽ തന്നെ വേണം. ഡീസൽ ഒഴിച്ചാൽ മാത്രമേ പോലീസ് വാഹനങ്ങൾ ഉപയോഗിക്കാൻ കഴിയൂ. അതുപോലെ തന്നെയാണ് DNA ന്യൂസിന്റെ ഉൾപ്പെടെയുള്ള ഓഫീസുകളിൽ നടത്തിയ പോലീസ് റെയ്ഡ്. ആ റെയ്ഡിനൊക്കെ വന്നപ്പോൾ എന്തുമാത്രം പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ പോലീസ് വാഹനങ്ങളും ഒക്കെയാണ് വന്നത്. ഞങ്ങളൊന്നും കുറ്റവാളികളോ അല്ലെങ്കിൽ കൊടും കുറ്റവാളികളോ ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തുന്നവരോ പെൺവാണിഭ കേസിൽപ്പെട്ടവരോ സഹപ്രവർത്തകന്റെ ഭാര്യയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചവരോ മാസപ്പടി വാങ്ങുന്നവരോ ഒന്നുമല്ല. ഞങ്ങളൊക്കെ ഇവിടുത്തെ നിയമത്തിന് വിധേയമായി തന്നെ ജീവിക്കുന്നവരാണ്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്നത് കേരള പോലീസിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചാണ്. ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും പോലീസ് സ്റ്റേഷനുകളിൽ പണമില്ലാത്തൊരവസ്ഥയാണ്. ഇതുകൊണ്ട് പോലീസുകാർ തന്നെ തങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിരിവിട്ടെടുത്ത് ഡീസൽ അടിക്കേണ്ടി വരികയും അതുപോലെ ഓഫീസിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും മറ്റും വാങ്ങുകയും വരുന്ന ആൾക്കാരെ കൊണ്ട് സാധനങ്ങൾ വാങ്ങിപ്പിക്കുകയും പരാതിക്കാരെ കൊണ്ടും മറ്റും സാധനങ്ങളൊക്കെ വാങ്ങിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു ദയനീയാവസ്ഥയിലേക്ക് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ സ്റ്റേഷനുകളുടെ ദൈനംദിന ആവശ്യങ്ങൾക്കായി പോലീസുകാർ സ്വന്തം നിലയിൽ പണം കണ്ടെത്തേണ്ട ഗതികേട് സേനയിൽ ഇപ്പോൾ അമർഷം ഉണ്ടാക്കിയിരിക്കുകയാണ്. സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങുന്നതിനോടൊപ്പം പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാനും വാഹനങ്ങൾ റിപ്പയർ ചെയ്യാനും പോലീസുകാർ പിരിവിടേണ്ട അവസ്ഥയിലാണ്. 42 പേരാണ് തുമ്പ പോലീസ് സ്റ്റേഷനിലുള്ളത്. ഓരോ പോലീസുകാരനും ഈ 42 പോലീസുകാരിൽ ഓരോ പോലീസുകാരനും 500 രൂപ വീതം മാസം തോറും പിരിവിടണം. ഇങ്ങനെ പിരിവിട്ടാൽ മാത്രമേ അവിടുത്തെ ഈ വാഹനങ്ങൾക്ക് ഡീസൽ അടിക്കാനും അതുപോലുള്ള മറ്റു കാര്യങ്ങളുമൊക്കെ നടക്കൂ. ഈ കഴിഞ്ഞ മാസം 24,400 രൂപയാണ് ഈ തുമ്പ പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിൽ പിരിച്ചെടുത്തത്. ഇതിൽ വാഹനങ്ങൾക്ക് ഡീസലും റിപ്പയറിങ്ങിനുമായി 2,500 രൂപ ചിലവായി. ഈ 2,500 രൂപ കൊണ്ട് ഒരു മാസം എങ്ങനെ പോലീസ് സ്റ്റേഷനിലെ വാഹനം ഓടിയെത്തുമെന്നുള്ള കാര്യം അറിയില്ല. ഓഫീസ് സ്റ്റേഷനറിക്ക് വേണ്ടിയിട്ട് 500 രൂപയും പിന്നെ കാറ്ററിഡ്ജും മറ്റും വാങ്ങിക്കാനായി 6,800 രൂപയും ഫോട്ടോസ്റ്റാറ്റിന് 320 രൂപയും സ്റ്റാമ്പിന് 252 രൂപയും ഒക്കെ ആയിട്ടുണ്ട്. അങ്ങനെ 16,000 രൂപയും സ്റ്റേഷൻ ആവശ്യങ്ങൾക്കായാണ് ചിലവഴിച്ചിട്ടുള്ളത്. സ്റ്റേഷനിലെ പൊതുകാര്യങ്ങൾക്കായി പോലീസുകാർ പിരിവിടും. അതൊക്കെ ഒരു പതിവായിട്ടുള്ളൊരു കാര്യമാണ്. ഈ അടുത്ത കാലം മുതലാണ് ഇത്തരം ഈ 500 രൂപ നിർബന്ധമായി നൽകേണ്ടി വരുന്നത്. ഇതിലൂടെ വലിയ ഒരു അമർഷത്തിലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ. സ്റ്റേഷനിലെ പഴക്കം ചെയ്യുന്ന വാഹനങ്ങൾക്ക് ഇന്ധനക്ഷമത കുറവാണെന്നും വകുപ്പ് അനുവദിച്ച ഇന്ധനക്കോട്ട കഴിഞ്ഞതുകൊണ്ടാണ് സ്വന്തം നിലയ്ക്ക് പണം പിരിച്ച് ഇന്ധനം നിറയ്ക്കേണ്ടി വരുന്നതെന്നും മറുഭാഗം വാദിക്കുന്നു. അതേസമയം ഇന്ധനം നൽകിയാൽ ആവശ്യമായ തുകയും സാധനങ്ങളും അനുവദിക്കാറുണ്ടെന്നും പോലീസുകാർ ആരും തന്നെ പിരിവിടേണ്ട സാഹചര്യമില്ലെന്നൊക്കെയാണ് ഈ കമ്മീഷണർ ഓഫീസിൽ നിന്ന് നൽകുന്ന ഒരു വിശദീകരണം. പൂന്തറ പോലീസ് സ്റ്റേഷനിൽ SHIയുടെ വാഹനം തകരാറിലായി AR ക്യാമ്പിലെ വർക്ക്ഷോപ്പിൽ എത്തിച്ചിട്ട് മാസം 1 കഴിഞ്ഞു. സ്പെയർ പാർട്സ് വാങ്ങാൻ പണമില്ലാത്തതുകൊണ്ട് വാഹനം ഇതുവരെ നന്നാക്കി കിട്ടിയിട്ടില്ല. സ്റ്റേഷനിൽ ഇനിയുള്ള 2 വാഹനങ്ങളിൽ ഒന്ന് 3.5 ലക്ഷം കിലോമീറ്റർ ഓടിയ വാഹനമാണ്. ഇവിടെ നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ വാഹനം അദ്ദേഹം കിയ കാർണിവൽ അന്ന് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 33,33,000 രൂപ കൊടുത്താണ് അദ്ദേഹം ഒരു കിയ കാർണിവൽ എടുത്തത്. അതായത് ഒരു ഇന്നോവ ക്രിസ്റ്റ വാങ്ങി 6 മാസം തികയുമ്പോഴാണ് ഈ ഒരു കിയ കാർണിവൽ എടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ മുഖ്യമന്ത്രിക്കും മന്ത്രിമാരുടെ വാഹനങ്ങളൊക്കെ ഓടുന്നതിനൊരു പരിധിയുണ്ട്. അത് ഇത്ര കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ പിന്നീട് ആ വാഹനം ഓടിക്കാൻ പാടില്ല, പകരം വാഹനം വാങ്ങണം. കാരണം അവരൊക്കെ ദൈവത്തിൻ്റെ അവതാരങ്ങളാണല്ലോ. ഈ പോലീസുകാരൊക്കെ സാധാരണ മനുഷ്യർ. അവർക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചാലോ ഈ വാഹനം ഇത്രയും കാലപ്പഴക്കം ചെന്ന വാഹനങ്ങളിലൊക്കെ സഞ്ചരിച്ച് അവർക്ക് എന്തെങ്കിലും അപകടം വരുത്തി സംഭവിച്ചാലൊന്നും വലിയൊരു കാര്യമില്ല. അവരൊക്കെ മനുഷ്യരല്ലേ, സാധാ മനുഷ്യർ. ഈ പറയുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ളവരൊക്കെ ഈ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ജീവിക്കുന്ന അവതാരങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊക്കെ ഇത്തരം ലക്ഷറി വാഹനങ്ങൾ തന്നെ വേണം. മുഖ്യമന്ത്രിയുടെ ആസനം വെക്കാൻ വേണ്ടി മാത്രം നവകേരള സർക്കിട്ട് ബസ്സിൽ 1,65,000 രൂപ കൊടുത്ത് ചൈനയിൽ നിന്ന് കറങ്ങുന്ന കസേര, ബാർബർ ഷാപ്പിലൊക്കെ വെക്കുന്ന തരത്തിലുള്ള കറങ്ങുന്ന കസേര എടുത്ത ചരിത്രമുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് നമ്മുടെ കേരളമെന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. പല പോലീസ് സ്റ്റേഷനുകളിലും വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്ക് കൃത്യസമയത്ത് പണം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പല വാഹനങ്ങളും സുരക്ഷിതവുമല്ല. പല പോലീസ് സ്റ്റേഷനുകളിലെയും വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് ഇല്ലാതെയാണ് ഓടുന്നത്.
പോലീസ് സ്റ്റേഷനുകളുടെ വാഹനങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള പണം കൃത്യസമയത്ത് അനുവദിക്കാത്തതുകൊണ്ട് തന്നെ പല വാഹനങ്ങളും ഈ അപകടാവസ്ഥയിലാണ് പോകുന്നത്. നമുക്കറിയാം, ഈ പൂജപ്പുര സ്റ്റേഷനിൽ ഉൾപ്പെടെയുള്ള പല വാഹനങ്ങളും, ഈ പോലീസ് സ്റ്റേഷനിലെ വാഹനങ്ങളും ഒക്കെ കാണുമ്പോൾ അവരുടെ സൈഡിലെ ആ തകരമൊക്കെ തുരുമ്പിച്ച അവസ്ഥയിലാണ്. ആ വാഹനവും കൊണ്ടാണ് ഇവിടെ ഹെൽമറ്റ് വെക്കാതിരിക്കുന്നവനെയും സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുന്നവനെയും ഒക്കെ പിടിക്കാൻ വേണ്ടി പോലീസുകാർ വഴിയിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒരു തമാശയായി തോന്നുന്നത്. ഈ ഫിറ്റ്നസ് ഇല്ലാതെയാണ് പല പോലീസ് സ്റ്റേഷനുകളുടെയും വാഹനം ഓടുന്നതെന്ന് അവരുടെ ഉദ്യോഗസ്ഥന്മാർ തന്നെ രഹസ്യമായി സമ്മതിക്കുന്നുണ്ട്. ഇതൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല, പൊതുജനങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പാടില്ല. കാരണം മന്ത്രിമാരെയും ഭരണകൂടത്തിൽ ഉന്നതരെയും ഒക്കെ സംരക്ഷിക്കാനാണ്. നമ്മുടെ നികുതി പണവും പിഴപ്പണവും ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്കൊക്കെ മൂലക്കുരുവിന് ചികിത്സിക്കാനും അമേരിക്കയിലേക്ക് പോകാനും അതുപോലെ നീന്തൽക്കുളത്തിൽ നീന്തി തുടിക്കാനും പശുവിനെ 4.5 ലക്ഷത്തിൻ്റെ പശുത്തൊഴുത്ത് നിർമ്മിക്കാനും ചാണകപ്പൊടി നിർമ്മിക്കാനും ഇതുപോലെ സുഖിച്ച് മതിച്ച് ആറാടി ജീവിക്കാനും ഒക്കെ കഴിയൂ. പൂന്തറ പോലീസ് സ്റ്റേഷനിൽ 1 വർഷം മുൻപ് തകരാറിലായ ലാൻഡ് ഫോൺ കഴിഞ്ഞ മാസമാണ് നന്നാക്കിയത്. കേബിൾ മാറാൻ പണമില്ലാത്തതായിരുന്നു കാരണം. ബിൽ കുടിശ്ശിക ആയതിനെ തുടർന്ന് പേരുക്കട പോലീസ് സ്റ്റേഷനിലെ ടെലിഫോൺ കണക്ഷൻ വിച്ഛേദിച്ചിട്ട് മാസം 4 കഴിഞ്ഞു. വിവരം കമ്മീഷണർ ഓഫീസിൽ പലതവണ അറിയിച്ചു. പക്ഷേ പണം അടച്ചിട്ട് കണക്ഷൻ പുനഃസ്ഥാപിക്കാനുള്ള യാതൊരു നടപടിയും അവിടെ നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ക്രമസമാധാന പ്രശ്നങ്ങൾ പലരും ശ്രദ്ധയിൽപ്പെടുമ്പോഴും മറ്റ് ആവശ്യഘട്ടങ്ങളിലും പോലീസിനെ അറിയിക്കാൻ ജനം ആശ്രയിക്കുന്ന നമ്പറാണ് ഇങ്ങനെ ചത്തതുപോലെ അനക്കമില്ലാതെ കിടക്കുന്നതും കൂടി മനസ്സിലാക്കണം. സ്റ്റേഷനിലെ ലാൻഡ് ഫോണിൽ നമ്പറിൽ വിളിച്ചാൽ ഈ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നാണ് കേൾക്കുന്നത്. എന്നാൽ ഫോൺ തകരാറിലായതിനാൽ ആരും ഇതെടുക്കാറില്ല. പലരും വീട് പൂട്ടി യാത്ര പോകുമ്പോൾ വിളിച്ചറിയിക്കുന്നതും ലാൻഡ് ഫോൺ നമ്പറിലാണ്. ഇൻ്റർനെറ്റിൽ പരതിയാലും ഈ നമ്പർ തന്നെയാണ് ജനത്തിന് ലഭിക്കുന്നത്. ഓരോ സംഭവങ്ങളും അറിയിക്കാൻ ആളുകൾ ആദ്യം സ്റ്റേഷനിലെ ലാൻഡ് ഫോണിലേക്കാണ് വിളിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പേരുക്കട പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ യാതൊരു അനക്കവുമില്ല. അപ്പോൾ ജനം അതിനോട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരു നാട്ടിലെ ക്രമസമാധാന പാലന ചുമതലയുള്ള സേനയാണ് പോലീസ് സേന. ആ പോലീസ് സേനയുടെ പോലും അവസ്ഥ ഇതാണെങ്കിൽ ഒന്ന് ഓർത്തു നോക്കൂ. മുഖ്യമന്ത്രിക്ക് വേണ്ടി മാത്രം എത്രയോ പോലീസുകാരുടെ സുരക്ഷ, മറ്റു മന്ത്രിമാർക്ക് സുരക്ഷ. ഇവരൊക്കെ വോട്ട് തേടി നമ്മുടെ വീടിൻ്റെ പിന്നാമ്പുറത്തും അടുക്കളപ്പുറത്തും വന്ന് ഭിക്ഷക്കാരെ പോലെ നിൽക്കുമ്പോൾ ഇവർക്ക് ആരെയും ഭയക്കേണ്ട, നമ്മളെ പേടിയില്ല. നമ്മുടെ കാല് കഴുകിയ വെള്ളം വേണമെങ്കിലും ഈ രാഷ്ട്രീയക്കാർ കുടിക്കും. പക്ഷേ അതിനുശേഷം ഇവരൊക്കെ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ ഇവരൊക്കെ ആരാണെന്നാണ് വിചാരം. അതിൻ്റെ പ്രധാന ഉത്തരവാദികൾ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ സമൂഹം തന്നെയാണ്, ഈ വോട്ടർമാർ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇലക്ഷൻ വരുമ്പോൾ ഇവരൊക്കെ നമ്മളെ ഭയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഇലക്ഷൻ വരുമ്പോൾ ഇവരൊക്കെ നമ്മുടെ വീടിൻ്റെ വരാന്തയിൽ വന്നിട്ട് ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുന്നത്? ഈ കോൾഗേറ്റ് പുഞ്ചിരിയുമായിട്ട് വന്നിട്ട് അഭിനയിച്ചുകൊണ്ട് അറപ്പ് തോന്നുന്ന രീതിയിൽ ഒക്കെ ഇവരൊക്കെ ഇന്ന് വളരെ ഗൗരവത്തോട് നിൽക്കുന്നവന്മാരൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്? നമ്മളെ ഭയമുള്ളത് കൊണ്ടാണ്. ആ ഭയം പിന്നീടും ഉണ്ടാകണം. അതായത് ജയിച്ച അധികാരത്തിൽ കയറിയാലും ആ ഭയം ഉണ്ടാകണം. ആ ഭയം അവർക്ക് ഉണ്ടാകാതിരിക്കുന്നിടത്തോളം കാലം അതിൻ്റെ ഉത്തരവാദികൾ നമ്മൾ മാത്രമാണ്. PC ജോർജിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ബോബി ചെമ്മണ്ണനെയും ഒക്കെ അറസ്റ്റ് ചെയ്തൊരു സ്ഥിതിവിശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം. എത്ര വണ്ടികളാണ് ഇതുപോലെ വാഹനങ്ങളാണ് ഇതുപോലെ ഓടിപ്പോയി അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത്. അതേപോലെ PV അൻവറിനെ. ഇത്രയധികം പോലീസുകാരും ഈ വാഹനങ്ങളുമൊക്കെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന കമ്മി നേതാക്കളുടെയും ഈ മന്ത്രിമാരുടെയും ഒക്കെ പക തീർക്കാനുള്ള ഉപകരണങ്ങളാണോ ഇവരൊക്കെ? ഇവിടെ രാജ്യത്ത് ഒരേ ഒരു സംസ്ഥാനത്ത് മാത്രമേ പോലീസുകാർക്ക് സംഘടനയുള്ളൂ. അത് കേരളമാണ്. ആ പോലീസ് സംഘടനയിൽ എന്തിനാണ് ഈ പോലീസ് സംഘടന? ഈ പോലീസ് സംഘടനയിലൂടെ തലപ്പത്തിരിക്കുന്നവർക്ക് പോലും ഇത്തരം കാര്യങ്ങളൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ പോലീസുകാരിപ്പോൾ പിടിച്ചുപറിക്കാരെ പോലെയാണ്. അത് അവരെ കുറ്റം പറയുകയില്ല. ഈ പോലീസ് അന്തസ്സോടുകൂടി, കാരണം പല പോലീസ് ഉദ്യോഗസ്ഥരും പണ്ടത്തെ പോലെയല്ല. ഇപ്പോഴത്തെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പലരും നിയമ ബിരുദമുള്ളവരും BTech MTech അടക്കമുള്ള ഉന്നത ബിരുദങ്ങളുള്ളവരാണ് ഇപ്പോഴത്തെ പല പോലീസുകാരും. ഇത്രയൊക്കെ ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിട്ടും അവർ ഈ ഒരു ജോലിയിലേക്ക് ഇറങ്ങുന്നത് മറ്റു മാർഗമില്ലാത്തത് കൊണ്ടാണ്. അവരെ കൊണ്ടാണ് ഇത്തരത്തിൽ പിടിച്ചു പറിക്കുന്നത്. കാരണം റോഡ് അരികിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളിൽ നിന്ന് പോലും പിഴ ഈടാക്കുന്നു. ഈ വാഹനങ്ങളൊക്കെ പിന്നെ എവിടെയാണ് കൊണ്ടിടേണ്ടത്? ഇവിടെയൊക്കെ അപഹാസ്യരാകുന്നത് പോലീസുകാരാണ്. അതിന് ഏറ്റവും വലിയ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ പോലീസ് സംഘടന നേതാക്കൾ തന്നെയാണ്. നേതാവ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി, അതാരാണെന്ന് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ അറിയാവുന്നവരാണ്. കേരളത്തിലെ പോലീസ് സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർ തന്നെയാണ്. അവർക്ക് എന്തിനാണ് അവരൊക്കെ ഇത്തരത്തിൽ ഈ തലപ്പത്ത് കയറിയിരിക്കുന്നത്? യൂണിഫോം ഇടാതെ എവിടെയെങ്കിലും ചെന്ന് അവരുടെ ഓഫീസിലൊക്കെ ചെന്ന് മീതെ കാല് കയറ്റി വെച്ചിരിക്കാനൊക്കെയാണ് ഇവരെ ഇത്തരത്തിൽ സംഘടനാ തലപ്പത്തേക്ക് വരുന്നത്. അപ്പോൾ മുൻ DGP ആയ R ശ്രീലേഖ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ എത്രയോ തവണ ശ്രീലേഖ മാഡം കണ്ടിട്ടുണ്ട് DGPയുടെ മുന്നിലൊക്കെ ചെന്ന് ഈ പോലീസ് സംഘടനാ നേതാവ് കാലിന് മീതെ കാലൊക്കെ കയറ്റി വെച്ചിട്ട് വലിയ അധികാരത്തോടു കൂടി സംസാരിക്കുന്നത്. കാരണം DGP പോലും ഭയപ്പെടണം എന്നുള്ളതാണ് ഈ പറയുന്ന ചോട്ട
ഈ SI, അതായത് ഈ പറയുന്ന സംഘടനാ തലപ്പത്തുള്ള നേതാവിനെ എന്തിനാണ് പോലീസുകാരുടെ ക്ഷേമത്തിന് വേണ്ടിയാണോ ഇവരൊക്കെ പ്രവർത്തിക്കുന്നത്? അല്ല, അവരൊക്കെ പ്രവർത്തിക്കുന്നത്, ഈ പോലീസ് സംഘടനയുടെ തലപ്പത്തുള്ള നേതാക്കന്മാർ ഒക്കെ പ്രവർത്തിക്കുന്നത് സർക്കാരിനും പാർട്ടിക്കും വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ കേരള പോലീസ് ഇത്രയും അധപതിച്ച ഒരു സാഹചര്യം കേരള ചരിത്രത്തിൽ തന്നെ ഇല്ല എന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് കേരളം എങ്ങനെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയി, എങ്ങനെയാണ് ക്രമസമാധാന ചുമതലയുള്ള ഈ ഒരു സേന പോലും ഇത്തരത്തിൽ പിരിവിട്ട് അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ നടത്തേണ്ടി വരുന്നത് എന്നുകൂടി അറിയണം. കാരണം നമ്മൾ പോലീസ് സ്റ്റേഷനിലൊക്കെ വിളിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ആപത്ത് വരുമ്പോൾ നമ്മൾ ഓടി വിളിക്കേണ്ടത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. ആ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ അവിടുത്തെ ഫോൺ പ്രവർത്തനരഹിതമായിരിക്കുക, ഇനി പ്രവർത്തനരഹിതമല്ലെങ്കിൽ പോലും അവിടുന്ന് പോലീസുകാർക്ക് വാഹനം കിട്ടാതിരിക്കുക, ഇതൊക്കെ എത്ര അധപതിച്ചൊരു അവസ്ഥയാണ്, ദയനീയ അവസ്ഥയാണ്. ഇത് കേരളത്തിലെ പൊതുജനങ്ങൾ ചിന്തിക്കണം. കേരളം തകർന്നടിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഈ തകർച്ച എവിടെ ചെന്ന് നിൽക്കുമെന്ന കാര്യത്തിൽ മാത്രമേ ഇനി സംശയമുള്ളൂ. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.